ഇനി മുതൽ ഗസയിലെ നരനായാട്ടിനെ ന്യായീകരിക്കാൻ ബന്ദിമോചനം എന്ന വിഷയം ഉപയോഗിക്കാൻ സയനിസ്റ്റ് ഭരണകൂടത്തിന് കഴിയില്ല. കാരണം ചില തുറന്നു പറച്ചിലുകളാണ്. അത് നടത്തിയിരിക്കുന്നത് ചില്ലറക്കാരല്ല. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അടുത്ത ആളുകളായ 2 മന്ത്രിമാർ തന്നെയാണ്. ഗസയിലെ ആക്രമണങ്ങൾക്ക് പിന്നിലെ പ്രധാന ലക്ഷ്യം ബന്ദിമോചനമല്ല എന്നാണ് അവർ അംഗീകരിച്ചിരിക്കുന്നത്. വംശഹത്യ നടത്തുമ്പോഴും ലോകത്തിന് മുന്നിൽ അതിനെയെല്ലാം ന്യായീകരിക്കാൻ ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരുന്നത് ബന്ദിമോചനം എന്ന കാര്യമായിരുന്നു. ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ഇസ്രായേലികളെ തിരികെ എത്തിക്കുകയാണ് ഭരണകൂടത്തിൻ്റെ ലക്ഷ്യമെന്ന് ബോധിപ്പിക്കാൻ ദശലക്ഷക്കണക്കിന് പണവും അവർ ചെലവഴിച്ചിരുന്നു. അതിനിടയിലാണ് അബദ്ധവശാലോ ബോധപൂർവമോ മന്ത്രിസഭയിലെ 2 പേർ തന്നെ സത്യം വിളിച്ചു പറയുന്നത്. ഗസയിലെ 1.5 ലക്ഷത്തിലധികം മനുഷ്യരെ കൊന്നൊടുക്കിയ ഇസ്രായേലി ഭരണകൂടം അധിനിവേശ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്ന ആരോപണം ശക്തമാണ്. ഫലസ്തീനിലെ മറ്റു പ്രദേശങ്ങൾ പിടിച്ചടക്കിയ പോലെ ഗസയും നിയന്ത്രണത്തിലാക്കാനാണ് അവർ ശ്രമിക്കുന്നതെന്നും കുറ്റപ്പെടുത്തലുകളുണ്ട്. ഈ കുറ്റപ്പെടുത്തലുകളെ സ്ഥിരീകരിക്കുന്നതായിരുന്നു തിങ്കളാഴ്ച രാവിലെ പ്രക്ഷേപണം ചെയ്ത റേഡിയോ അഭിമുഖങ്ങളിൽ 2 ക്യാബിനറ്റ് മന്ത്രിമാർ പറഞ്ഞ കാര്യങ്ങൾ. ഹമാസ് ബന്ദികളാക്കിയിരിക്കുന്നവരെ തിരികെ കൊണ്ടുവരുന്നതല്ല സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമെന്നാണ് അവർ പറയുന്നത്. ബന്ദികൾക്ക് മുൻഗണന നൽകുന്നതിനു പകരം ഗസയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിലും പ്രാദേശിക ഫലസ്തീൻ ജനതയെ തീരദേശ എൻക്ലേവിൽ നിന്ന് മാറ്റുന്നതിലുമാണ് ഇസ്രായേൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നുമാണ് ധനമന്ത്രി ബെസ്ലേൽ സ്മോട്രിച്ച് അഭിപ്രായപ്പെടുന്നത്. നെതന്യാഹു സർക്കാരിലെ ഏറ്റവും വലിയ മതവാദികളിൽ ഒരാളാണ് സ്മോട്രിച്ച്. നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിയിലെ അംഗമായ സാംസ്കാരിക കായിക വകുപ്പ് മന്ത്രി മിക്കി സോഹറും ഇതേ വാദഗതിയാണ് പുറപ്പെടുവിച്ചത്. ഒരു കരാറുണ്ടാക്കി ബന്ദികളെ തിരിച്ചെത്തിക്കുകയാണോ അതോ ബന്ദികളുടെ നിലനിൽപ്പ് അപകടത്തിലായാലും ഹമാസിനെ ആക്രമിക്കുന്നത് തുടരുകയാണോ ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് യുദ്ധം തുടരുന്നതാണ് നല്ലതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഇപ്പോഴും ഗസയിൽ കഴിയുന്ന ഇസ്രായേലി അമേരിക്കക്കാരനായ ബന്ദിയുടെ പിതാവ് ജോൺ പോളിൻ കഴിഞ്ഞ മാസം ഉയർത്തിയ ആരോപണങ്ങളെ കൂടിയാണ് ഈ അഭിപ്രായ പ്രകടനങ്ങൾ ശരിവെക്കുന്നത്. നെതന്യാഹു മന്ത്രിസഭയിലെ മന്ത്രിമാർ ബന്ദികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ അണിയുന്ന മഞ്ഞ ലേപ്പൽ പിൻ അഴിച്ചു മാറ്റണമെന്നായിരുന്നു അദ്ദേഹം അന്ന് ആവശ്യപ്പെട്ടിരുന്നത്. ഗസയിൽ അവശേഷിക്കുന്ന ബന്ദികളെ ബലി കൊടുക്കുന്ന മന്ത്രിമാർ അത് ധരിക്കുന്നത് മക്ഡൊണാൾഡ്സിന്റെ CEO സസ്യാഹാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ കുറ്റപ്പെടുത്തൽ. നെതന്യാഹു സർക്കാരിന് ബന്ദികളെ തിരികെ എത്തിക്കാനുള്ള യാതൊരു ഉദ്ദേശ്യവുമില്ല എന്നാണ് മന്ത്രിമാരുടെ തുറന്നു പറച്ചിലുകൾ വെളിപ്പെടുത്തുന്നത് എന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗസയിൽ വീണ്ടും ആക്രമണം ആരംഭിച്ചതും അതിന്റെ സൂചനയാണെന്നും അവർ പറയുന്നു. ബന്ദിമോചനമായിരുന്നുവെങ്കിൽ ഏറ്റവും നല്ല മാർഗം വെടിനിർത്തലിന്റെ 2ാം ഘട്ടത്തിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ നെതന്യാഹു ചെയ്തത് വീണ്ടും ഒരു ആക്രമണത്തിലേക്ക് പോകുന്നതായിരുന്നു. അതിനായി ബന്ദിമോചനത്തെ മറയാക്കിയെന്നും കുറ്റപ്പെടുത്തുന്നുണ്ട് നിരീക്ഷകരും ബന്ദികളുടെ കുടുംബങ്ങളും. അന്താരാഷ്ട്ര പിന്തുണയും സഹാനുഭൂതിയും നേടുന്നതിനുള്ള ഒരു മാർഗമായി ബന്ദികളാക്കപ്പെട്ടവരുടെയും അവരുടെ കുടുംബങ്ങളുടെയും കഷ്ടപ്പാടുകൾ ഈ ഘട്ടത്തിൽ നെതന്യാഹു സർക്കാർ ഉപയോഗിക്കുകയാണെന്നാണ് ഇസ്രായേലി മാധ്യമ പ്രവർത്തകൻ അമിർ തിബോൺ പറയുന്നത്. അതിനെതിരെ ജൂത സംഘടനകൾ രംഗത്ത് വരണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നുണ്ട്. അല്ലാത്ത പക്ഷം നെതന്യാഹു ബന്ദികളെ തുരങ്കങ്ങളിൽ ഉപേക്ഷിക്കുമെന്നും അമിർ ആരോപിക്കുന്നു. ഗസയിലേക്ക് ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ബന്ദികളിൽ 36 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ പലരും നേരിട്ടോ അല്ലാതെയോ ഉള്ള ഇസ്രായേലി സൈന്യത്തിന്റെ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. 2023 ഡിസംബർ 15 ഗസ സിറ്റിയിൽ ഇസ്രായേലി സൈന്യം നടത്തിയ ആക്രമണത്തിൽ 3 ബന്ദികളെ അവർ തന്നെ വെടിവെച്ചു കൊന്നിരുന്നു. ഇക്കാര്യം അവർ തന്നെ സമ്മതിക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം നിലനിൽക്കെയാണ് ബന്ദികളുടെ കുടുംബങ്ങൾ അവരെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദവുമായി രംഗത്തെത്തിയിരുന്നത്. എന്നാൽ യുദ്ധം തുടരുകയെന്ന നിലപാടിൽ ഉറച്ചാണ് നെതന്യാഹു.